നമസ്കാരം. കൂത്താട്ടുകുളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലാ പഞ്ചായത്തിന്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നടപ്പിലാക്കുന്ന എലഞ്ഞിത്തോട് നവീകരണ പദ്ധതിക്ക് തുടക്കമായി. പെരുമ്പടവ് മുതൽ മുത്തോലവരം വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്തെ ചെളിയും കാടും നീക്കം ചെയ്ത് തോട്ടിലെ നീരൊഴുക്ക് സുഗമമാക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ശ്രീമതി ആശാ സനൽ ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്തിൻ്റെ 2023-2024 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തോട് നവീകരണ തോട് ക്ലീനിങ് പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പദ്ധതി 16,37,000 രൂപ ഫണ്ട് വെച്ചിട്ടുള്ള ഈ ഒരു പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്കറിയാം, മണ്ണടിഞ്ഞുമൊക്കെ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളം കെട്ടുന്ന ഒരു സാഹചര്യത്തിൽ കർഷകരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ജില്ലാ പഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കുന്ന ഈ പദ്ധതി എലഞ്ഞിത്തോടിന്റെ ഇരുകരയിലും ഉള്ള ഏക്കർ കണക്കിന് കൃഷിസ്ഥലത്തിന് പ്രയോജനകരമാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ ആശാ സനൽ പറഞ്ഞു. നീരൊഴുക്ക് സുഗമമാവുന്നതോടുകൂടി ഈ പ്രദേശത്തെ താഴ്ന്ന സ്ഥലങ്ങളിലും പരിസര പ്രദേശങ്ങളിലും മഴക്കാലത്ത് അനുഭവപ്പെടുന്ന വെള്ളക്കെട്ടിനും പരിഹാരമാകും. എലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ഭൂരിപക്ഷം വാർഡുകളിലെയും കർഷകർക്കും കൃഷിക്കും ഗുണകരമാകും ഈ പദ്ധതി എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പ്രീതി അനിൽ തന്റെ അധ്യക്ഷ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി. എലഞ്ഞി തോടിന്റെ ഇരുകരകളിലും ഉള്ള സംരക്ഷണ ഭിത്തികളും തോടിന്റെ കരകൾക്ക് സംരക്ഷണം നൽകുന്ന സസ്യലതാദികളും നിലനിർത്തിക്കൊണ്ടാവണം തോടിന്റെ ആഴം വർദ്ധിപ്പിക്കേണ്ടതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇതിൻ്റെ നിരവധി കൈവഴികൾ ഈ എലഞ്ഞി തോടിലെ വെള്ളം സുഗമമായി ഒഴുകി പോകാത്തതിനാൽ ഈ കൈത്തോടുകളിലെല്ലാം ജലനിരപ്പ് ഉയരുകയും ആ ജലനിരപ്പ് ഉയരുന്നത് കൃഷിസ്ഥലങ്ങളിലേക്ക് കടന്നു പോവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമുക്ക് മഴക്കാലത്ത് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എലഞ്ഞി തോടിൽ ഉള്ള ചെറിയ ചെറിയ തുരുത്തുകളും അതുപോലെ തന്നെ പായലുകൾ അടക്കമുള്ള ഇത് കെട്ടി നിൽക്കുന്ന കാരണം വെള്ളത്തിൻ്റെ സുഗമമായ നീരൊഴുക്ക് തടസ്സപ്പെടുന്നു എന്നുള്ളതാണ്. അത് ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും വളരെ കൃത്യമായ രീതിയിൽ തന്നെ നല്ല ഒരു തുക അനുവദിച്ചുകൊണ്ട്, അതായത് 16,37,000 രൂപ ഈ തോട്ടിലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന അത് മാറ്റുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിട്ടുള്ളൊരു പദ്ധതി വിഭാവനം ചെയ്തുകൊണ്ട് നടപ്പിൽപ്പെടുത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ടോമി, എലഞ്ഞി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MP ജോസഫ്, ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, അംഗങ്ങൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, കർഷകർ തുടങ്ങിയവർ സംസാരിച്ചു. വാർഡംഗം സുരേഷ് ജോസഫ് നന്ദി അറിയിച്ചു. വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും. ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം. വരൂ, നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ. പയറ്റക്കുളം മാർബിൾസ്, കൂത്താട്ടുകുളം, കോതമംഗലം.